ക്രാഷ് കോഴ്സ് സത്യം പറഞ്ഞാൽ ഭയങ്കര കുറേ ക്രാഷ് കോഴ്സ് ഉണ്ട്, ഏതാ എടുക്കാൻ അതൊന്നും അറിയില്ല. സോ നേരെ എൻ്റെ പാരൻസ് ചോദിച്ചു, പാരൻസ് റീസെർച്ച് ചെയ്തു, പപ്പടം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഈ റേസ് എടുത്തിരിക്കാൻ പറഞ്ഞു. ബിക്കോസ് their kids also they have done crash course and they have went to very good colleges. ഓക്കെ, അങ്ങനെയാണ് റേസിലേക്ക് എത്തിയല്ലേ. ഓക്കെ, 12th കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ പലരും ക്രാഷ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാവും. അവർക്ക് ആസാമിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, ഒരു ടിപ്പ് എന്താണ്? മെയിൻലി ഈ ടെസ്റ്റാണ്. ടെസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വെറുതെ ഈ കോഴ്സ് നോക്കിയാൽ അഗെയിൻ ഇറ്റ്സ് എ ബേർഡൻ ഫോർ യു. ഓൾറെഡി സ്കൂളിൽ തന്നെ പോകുന്നുണ്ട്, ക്ലാസ് എല്ലാം പോകുന്നുണ്ട്, സെയിം ടോപ്പിക് ആണ് പഠിക്കുന്നത്. സോ റാദർ ദാൻ ഗോയിങ് ഫോർ കോഴ്സ് ഇറ്റ്സ് ബെറ്റർ ടു കോഴ്സ് direct to the test. Hello students, this is Adnan and today I'm at NIT Calicut campus. എൻ്റെ കൂടെ ഉള്ളത് ആസാം. നമ്മൾ റേസിലെ അലുമിനൈ ആയിരുന്നു, ക്രാഷ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ NIT കാലിക്കറ്റിൽ 4th ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻ്റ് ആണ്. നമുക്ക് ആസാമിൻ്റെ വിശേഷങ്ങളും ക്രാഷ് കോഴ്സ് ചെയ്തപ്പോൾ അനുഭവങ്ങളും ഒന്ന് ചോദിച്ചറിഞ്ഞാലോ? ആസാം. ഹലോ ആസാം, ഇപ്പോൾ ഏത് ഇയർ ആണ്? ഞാൻ ഇപ്പോൾ 4th ഇയറിലാണ്. ഏത് ബ്രാഞ്ചാണ്? ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ ഓക്കെ. റേസിൽ ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു? ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? ക്രാഷ് കോഴ്സ് ഹെൽപ്ഫുൾ ആയിരുന്നു? ക്രാഷ് കോഴ്സ് യെസ്, വെരി മച്ച് ഹെൽപ്ഫുൾ. റൈറ്റ് ആഫ്റ്റർ 12th ഫിനിഷ്ഡ് എക്സാം. സോ നെക്സ്റ്റ് ഓൺ ടു ക്രാഷ് കോഴ്സ്. ക്രാഷ് കോഴ്സ് എത്തിക്കഴിഞ്ഞത് ഐ ജസ്റ്റ് നീഡ് ദ ടോപ്പിക്സ് ആൻഡ് ദെൻ ബ്രഷൻ അപ്പ് ആൻഡ് ദെൻ ഓൺ സ്പോട്ട് ഐ വാസ് ഏബിൾ ടു ഡു ദ ടെസ്റ്റ് which was helpful for me. So ഈ crash program regular tests, did that help you a lot? Yes, very much. Do you recommend students who are completing 12th standard to do a crash program? പല ആൾക്കാരും 12th കഴിഞ്ഞിട്ട് ഒരു വർഷം ബ്രേക്ക് എടുത്ത് റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരിക്കും. അതും വേഴ്സസ് ഡൂയിങ് എ ക്രാഷ് പ്രോഗ്രാം, എന്താണ് ആസാമിൻ്റെ അഭിപ്രായത്തിൽ? ഞാനിപ്പം ക്രാഷ് കോഴ്സും പിന്നെ 12th സ്റ്റാൻഡേർഡും ലൈക്ക് സ്റ്റഡീസ് രണ്ടും ഒരുമിച്ച് എടുത്തില്ല. സോ ഫ്രം മൈ എക്സ്പീരിയൻസ് ഇസ് it's better to finish 12th course because the crash course and the 12th both are the same syllabus. There's no difference. So if you finish the 12th course, then that's a bonus point because you already finished, you wrote the exam, you are cleaned out. Then you just need to brush it up. Just know the topics, 1, 2, 3, some pages, you look it out and then you're done. Then on the step of doing the test, instant you'll be better. More you know the answers on the spot, which is also helpful for JEE exam and for the current studies. അപ്പോൾ ആസാം 12th സ്കൂളിംഗ് ചെയ്തിരുന്നത് പുറത്തായിരുന്നു? എവിടെയായിരുന്നു പഠിച്ചിരുന്നത് 12th വരെ? 12th വരെ ദുബായ് തന്നെയാണ്. ഓക്കെ, ദുബായ് തന്നെയായിരുന്നു. അപ്പോൾ അന്ന് മുതൽ എഞ്ചിനീയറിംഗ് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? I just want to make my options bigger. Okay. Not limited. That's it. അപ്പോൾ NIT കാലിക്കറ്റ് എന്നുള്ളൊരു ആഗ്രഹം എങ്ങനെ മനസ്സിലേക്ക് വന്നത്? എൻ്റെത് NIT മാത്രമല്ല ഫോക്കസ്, IIT വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ഫസ്റ്റ് വാസ് IIT, ബട്ട് ദെൻ ഇഫ് ഐ കുഡന്റ് then there's a backup, which is always NIT. അങ്ങനെയാണ് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു കാരണം അത് തന്നെയായിരുന്നു? ഒന്ന് കുറച്ചുകൂടിയും ഇതാക്കാനാണ്, ഇന്ന് ഇമ്പ്രൂവ് ചെയ്യാനാണ്, കുറച്ചുകൂടിയും എഫിഷ്യൻ്റ്ലിയും ടൈം കൺസ്യൂം കുറയ്ക്കാനാണ്. ഓക്കെ. ബിക്കോസ് ഇഫ് യു ഡോണ്ട് ഫുൾ ടൈം ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ നിൽക്കും വിത്തൗട്ട് പ്രാക്ടീസ്, വിത്തൗട്ട് എനി കൺസിസ്റ്റൻസി. അപ്പോൾ ആസാം പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് JEE. ഓക്കെ, ആ ഒരു എക്സ്പോഷർ റേസിൽ ക്രാഷ് പ്രോഗ്രാം കിട്ടിയിരുന്നു. ഓക്കെ, ആൻഡ് ഹൗ വാസ് ദി ഫാക്കൽറ്റി? ഇപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളും അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നു? സോഫ പറഞ്ഞാൽ ഞാൻ as I said 12th പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയി, കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി. 12th അത്യാവശ്യമായിട്ട് പഠിച്ചു. ഓൾവേസ് ബ്രഷ് അപ്പ് ദ കോൺസെപ്റ്റ്, അത് മെയിൻ ഫാക്ടറാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് കോഴ്സ് യു ക്യാൻ ഡു എനിത്തിങ്. സോ അറ്റ് ദാറ്റ് പോയിന്റ് എനിക്ക് ഡൗട്ട് ചോദിക്കാൻ ഉണ്ടായില്ല. ഷുവർ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നു. സോ ഐ യൂസ് ദാറ്റ് റെഫറൻസ് ഓൺ ദ ഗൈഡ് ആൻഡ് ദെൻ when I use that concepts and their methods, I got the answer which also presented in the system. Got it. Okay. എങ്ങനെയുണ്ട് NIT കാലിക്കറ്റിലെ ക്യാമ്പസ് ലൈഫ് ഒക്കെ? NIT campus is ഒരു കോളേജ് വൈബ്, full college vibe. I mean, not only studies but also the ambience and different areas of studies. രാഗം, തത്വ അങ്ങനെയുള്ള ഇവന്റ്സിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? That is അതൊരു വേറെ ലെവൽ തന്നെ, അത് പറയാൻ പറ്റില്ല. As a speaking, there's no flow into it. If you're in it, then that's another meaning. Got it. ഇനി എന്താണ് പ്ലാൻ ഇപ്പോൾ ബിടെക് കഴിഞ്ഞിട്ട്? ബിടെക് ചെയ്ത് കഴിഞ്ഞത് ഞാൻ 2 ഓപ്ഷൻ തന്നെ വിചാരിക്കുന്നു. പ്ലേസ്മെന്റ് വേണ്ടി ചേർന്ന്, I mean, if I can't get it, it's fine. Then I'll move on to MTech. അത് ചിലപ്പം ഇവിടെ തന്നെ ഉണ്ടാവും, ഓർ മേ ബി പുറത്തുണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ. റേസിൽ ഒരു എക്സ്പീരിയൻസ്, വെൻ യു ലുക്ക് ബാക്ക് അറ്റ് ഇറ്റ്, യുനോ ഹൗ വാസ് ഇറ്റ്? എന്തായിരുന്നു ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത് എൻട്രൻസിലേക്ക് വരുമ്പോൾ? ഹെൽപ്ഫുൾ ആയ കാര്യം പറഞ്ഞാൽ
മെയിൻലി ഈ ടെസ്റ്റാണ്. ടെസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വെറുതെ ഈ കോഴ്സ് നോക്കിയാൽ അഗെയിൻ ഇറ്റ്സ് എ ബേർഡൻ ഫോർ യു. ഓൾറെഡി ഈ സ്കൂളിൽ തന്നെ പോകുന്നുണ്ട്, ക്ലാസ് എല്ലാം പോകുന്നുണ്ട്, സെയിം ടോപ്പിക്കാണ് പഠിക്കുന്നത്. സോ റാദർ ദാൻ ഗോയിങ് ഫോർ കോഴ്സ് ഇറ്റ്സ് ബെറ്റർ ടു കോഴ്സ് ഡയറക്റ്റ് ടു ദ ടെസ്റ്റ്. കുറേ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, അതും ദാറ്റ് ഈസ് ദി ഓൺലി ബെനിഫിഷ്യൽ ഫോർ യു. സോ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, JEE ഈസ് നോട്ട് അബൌട്ട് ഹൗ പ്രിപ്പയർഡ് ഓർ എത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നല്ല, ബട്ട് ഇറ്റ് ഇസ് അബൌട്ട് ഹൗ എക്സാം റെഡി യു ആർ. അപ്പോൾ എക്സാം റെഡി ആവണമെങ്കിൽ ഒരു പ്രാക്ടീസ് ആസ് മെനി For every exam, the main concept is complete your basic. If you complete your basic, then it is fine. You can counter any questions you want. Because without basic, you just don't know how it starts and how it ends. You'll always be stuck in the middle. സ്കെഡ്യൂൾ ഒന്ന് പറയും, എങ്ങനെയാണ് ഒരു ഡെയിലി പ്ലാൻ എന്നൊക്കെ? For JEE 3 എക്സാമാണ് ഉണ്ടാവുക. ഒന്ന് സയൻസും പിന്നെ മാത്സും. പെർ വീക്കിൽ ഈച്ച് സബ്ജക്റ്റ് ആണ്. പക്ഷേ ആ വീക്ക് തന്നെ ഫസ്റ്റ് 5 ഡേയ്സിൽ ചെറിയ ചെറിയ പോർഷൻ ഉണ്ടാവും. ആൻഡ് ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദ വീക്ക് ഓൾ ഓഫ് ദ ക്വസ്റ്റ്യൻ പഠിച്ച് പൈലപ്പ് ചെയ്ത് 1 വീക്ക് ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് ഒരു സ്കെഡ്യൂൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഡെയിലി ക്വസ്റ്റ്യൻസ് കിട്ടും. ഒരു ചെറിയ ടോപ്പിക് കിട്ടും, ആ ചെറിയ ടോപ്പിക്ക് ഒരു ദിവസത്തിൽ ക്വസ്റ്റ്യൻ കിട്ടും, ചെയ്യും. പിന്നെ എൻഡ് ഓഫ് ദ ഡേ എല്ലാ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് 1 വീക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ ടെസ്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? എന്തുകൊണ്ടാണ് റേസ് ചൂസ് ചെയ്തത് ക്രാഷ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ ക്രാഷ് കോഴ്സ് സത്യം ഭയങ്കര കുറേ ക്രാഷ് കോഴ്സ് ഉണ്ട്, ഏതാ എടുക്കാൻ അതൊന്നും അറിയില്ല. സോ നേരെ എൻ്റെ പാരൻസ് ചോദിച്ചു, പാരൻസ് റീസെർച്ച് ചെയ്തു, കുറച്ച് കണക്ഷൻസ് ആക്കി കിട്ടി. പിന്നെ പപ്പടം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഈ റേസ് എടുത്തിരിക്കണം. ബിക്കോസ് their kids also, they have done crash course and they have been to very good colleges. ഓക്കെ, അങ്ങനെയാണ് റേസിലേക്ക് എത്തിയല്ലേ? ഓക്കെ, ഇപ്പോൾ ഇനി 12th കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ പലരും ക്രാഷ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാവും. അവർക്ക് ആസാമിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, ഒരു ടിപ്പ് എന്താണ്? A mindset of a student is unpredictable. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ചിന്തിക്കും, ചില ആൾക്കാർ വിചാരിക്കും 12th ചെയ്ത് കഴിഞ്ഞിട്ട് മതി, എന്തിനാ ക്രാഷ് കോഴ്സ്, നേരെ ഒന്ന് 1 വീക്ക് ബിഫോറോ ഒരു 1.5 വീക്ക് ബിഫോർ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ അവർക്ക് അറിയില്ല റിയാലിറ്റി എന്താണ്, ഈ വാല്യൂ ഓഫ് JEE എക്സാം. ഓക്കെ, ഇപ്പോൾ മിസ്സായാലും മാർക്ക് കുറഞ്ഞാൽ കോളേജ് കിട്ടാത്തത് എഗെയിൻ റിപ്പീറ്റ് ചെയ്യും. സോ ദേ ഹാവ് ടു ടേക്ക് നെക്സ്റ്റ് ഇയർ. സോ അതാണൊരു വലിയ പ്രശ്നം. ഇപ്പോൾ ക്രാഷ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ അറിയും ഇത്രയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇത്ര സമയം എടുക്കും, ക്വസ്റ്റ്യൻ വേണ്ടി ഇത്ര സമയം എടുക്കും. അങ്ങനെയാണ് അത് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഫുള്ളി റെഡി ആണെങ്കിൽ JEE ഓഫ് കോഴ്സ് വിത്തിൻ 3 hours they will be able to clear up all of it. അതാണ് എൻ്റെ ഒരു ടിപ്പ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ആസാമിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. ഇതുപോലെ നിങ്ങളിപ്പോൾ 12th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഈ വർഷത്തെ എൻട്രൻസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തായാലും നിങ്ങളൊരു ക്രാഷ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ ക്രാഷ് പ്രോഗ്രാം, നിങ്ങൾ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ക്രാഷ് പ്രോഗ്രാം നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യണം. അത് റേസിൽ തന്നെ ആവണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രാക്ക് റെക്കോർഡുള്ള റിസൾട്ട്സ് കൺസിസ്റ്റൻ്റായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ എന്തായാലും ഒരു ക്രാഷ് ചെയ്യണം. ഒരു ക്രാഷ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ബിഗ് പെർഫോമൻസ് ബൂസ്റ്റ് കിട്ടും. അതായത് നിങ്ങൾ ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് ആ ക്രാഷ് പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ JEEക്ക് പോകുമ്പോൾ എന്തായാലും നിങ്ങളൊരു പെർഫോമൻസ് ലെവലിൽ നിങ്ങൾ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ റാങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കോളേജസിൻ്റെ കാര്യത്തിലും ഒരു വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ക്രാഷ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ സ്റ്റുഡൻസ്. താങ്ക് യു.